തിരുസന്നിധിയിൽ തിരുവത്സലരാ സ്നേഹരുമൊരു വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലി പോൽ നാഥ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയെന്നാഥ തിരുസന്നിധിയിൽ. നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചു ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരുജ്ജീവനം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരുജ്ജീവനം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷ അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ തന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിധിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മരിച്ചവർ രക്ഷകരായി കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അമ്മച്ചിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ നിറഞ്ഞു പറയുന്നതിന് ക്രിസ്തീയ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തന്താനമനോണക്കാൾ മത്സരവനിടയാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും നാഥനായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് മരണമൂലം നൽകുന്നു ഞങ്ങളുടെ അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
മരണമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ മാനുഷിക തലങ്ങളിൽ എല്ലാവരും വളരെ പ്രയാസപ്പെടുകയാണ്. അതും കഴിഞ്ഞ നാളുകൾ വരെ ഞങ്ങളുടെ ജീവനോടെ ഇരുന്ന വ്യക്തി ഇന്നില്ല എന്ന് കേൾക്കുമ്പോഴോ അറിയുമ്പോഴുള്ള തീരാവേദന. എങ്കിലും മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കണമെന്നാണല്ലോ അവരെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുക. മരണം വ്യക്തി ജീവിതത്തിലേക്കുള്ള ജനനമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഓരോ വിശ്വാസിയും മനസ്സിലാക്കുമ്പോൾ പോലും ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നതാണ്. കർത്താവ് അവിടുത്തെ സമാശ്വാസം പ്രിയപ്പെട്ട കർത്താവിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരി ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള യോഗ്യതകൾ, നന്മകൾ നാം പരിഗണിക്കണം. വിചാരത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ദൈവം അങ്ങേക്കെതിരായി, സഹോദരങ്ങൾക്കെതിരായി, തന്നോട് തന്നെ പ്രവചിക്കുന്നതിനായി എന്തെങ്കിലും കുട്ടികൾ ചുറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ സഹോദരിയെ പ്രതി നടത്തുന്ന പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും പരിഗണിച്ച് സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കണമേ. സഹോദരി ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന എല്ലാ സംസ്കാര ശുശ്രൂഷകളെ അങ്ങയുടെ നാമമഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിക്കുവാനായി എത്തിയിരിക്കുന്നവരെ, യാത്രയിലായിരിക്കുന്നവരെ എന്ന് അങ്ങയുടെ ഉള്ളങ്ങളിലേക്ക് കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ വ്യക്തികളും കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഉയർപ്പിക്കുന്ന വലിയ അവസരമാക്കി ഇതിനെ മാറ്റണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണപ്രദരായ വിശുദ്ധാത്മാക്കളെ, ഞങ്ങളുടെ ഇടവുകളുടെ മധ്യസ്ഥൻ ഭാരതത്തിൻ്റെ പുസ്തകവിസ്ത തോമാസ് ലിഹ, ഭാരതസഭയിലെ വിശുദ്ധരായ അൽഫോൻസാമേ ചാവറയച്ച വിശ്വാസിയാമേ, സർക്കാരിൽ ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ഈ സഹോദരി യാത്രയിൽ നിങ്ങൾ അനുഗമിക്കണമെന്ന് പിതാവും പറ്റുന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടണം. സുന്ദരമാം നിന്റെ ദേഹമേ മണ്ണിൽ വീണഴിയും, പിന്നെ പോയി മറയും. കാലം കഴിയുമ്പോൾ നിന്നാമം പോലും മാഞ്ഞു പോകും, പിന്നെ പോയി മറയും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞുപോകും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞുപോകും. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടണം.
ലോകത്തു നീ തീർത്ത മാളികകൾ ഭൂമി വിറയ്ക്കുമ്പോൾ വീണടിയും. ലോകത്തിൽ കൂട്ടിവച്ച സമ്പത്തെല്ലാം അന്യർക്കു നൽകി പോയിടണം. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞു പോകും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞു പോകും. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടണം. ദൈവഭക്തനോ തൻ്റെ ക്ലേശവും ധനവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും. ലോകത്തിൽ ഭോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനായി തീർന്നിടുമേ. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞു പോകും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞു പോകും. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ പരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ പരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ പരമരുളേണം. അന്ത്യമഴത്തോരവികലമോദം നുകരാൻ മൃഗരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ പരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധനെ ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാവും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് നാളും കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിലെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ
നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനയോർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദേശത്ത് നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെയും സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കണ്ണുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാരം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോൾ മൃഗലിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ രൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ എന്നേക്കുമാമേ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുവെളിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാവങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. സ്നേഹമുള്ളവരെയും, ഇന്ന് ദൈവം അനുവദിച്ച കാലത്തോളം 73 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് തന്നെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ പൂർത്തിയാക്കി സ്വർഗീയ പ്രതീസാൽ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ഭവനത്തിലേക്ക് യാത്രയാവുന്ന നമ്മുടെ എവിടെയും പ്രിയപ്പെട്ടതായ മേരിച്ചെഴുത്തിയെ നമ്മൾ ഇന്ന് യാത്രയാക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ പ്രാർത്ഥനയുടെ സമ്മാനങ്ങൾ നൽകി സ്വർഗീയ പ്രതീസയിലേക്ക് നമുക്ക് യാത്രയാക്കാം. ഈ വീട്ടിലെ കർമ്മങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുക. അതുപോലെ നിങ്ങളുടെ കസേര അടുക്കി സൈഡിലേക്ക് വെക്കാൻ കുറച്ച് പേർ കൂടെ അവിടെ നിൽക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ കസേര അടുക്കി വെക്കുകയും ചെയ്യും. ഭാവിയുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നതുപോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്.
കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമെന്നരുളേണം. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം പകമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർദ്ദനമത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിരരാന്തോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാരം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും
പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറേ, ബഹുമാനപ്പെട്ട വൈദികരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ഈശോമിശിഹായ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പിതാവെ അവിടുന്ന് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അവിടുത്തെ ഞാൻ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവെ അവിടത്തേക്കുള്ള മഹത്വത്താൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈശോ നടത്തിയ പ്രാർത്ഥനയാണ് നാം ശ്രവിച്ചത്. ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ച് ഒരു ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, നല്ല അയൽക്കാരി എന്ന നിലയിൽ, വല്യമ്മ എന്ന നിലയിൽ ഒക്കെ തൻ്റെ കടമകളെല്ലാം പൂർത്തീകരിച്ച് ദൈവത്തെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയ ശേഷം പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന മേരി ചേച്ചിയുടെ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനം പ്രകാശിപ്പിക്കുവാനും പ്രിയ ഭർത്താവ് തോമസിനോടും 7 മക്കളോടുമുള്ള നമ്മുടെ ഐക്യദാർഢ്യം അറിയിക്കുവാനും ഒക്കെയാണ് നാം എല്ലാവരും കൂടി ആയിരിക്കുക. മരണം അനിവാര്യമായ സത്യമാണെങ്കിലും പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ഒരു ദുഃഖം നമ്മൾ അവിശേഷിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മനസ്സിലാണ് ജന്മം കൊള്ളുന്നത്. പിന്നീട് നിശ്ചിത കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ദൈവം ജീവിക്കുവാൻ അനുവദിക്കുന്നു. ദൈവം നിശ്ചയിക്കുന്ന കാലമാകുമ്പോൾ ദൈവം വീണ്ടും ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ വിളിക്കുന്നു, വീണ്ടും ദൈവത്തോടുകൂടി ആയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടന ജീവിതത്തിൽ ദൈവത്തോടൊത്തും സഭയോടൊത്തും കുടുംബത്തോടൊപ്പം ഇടവകയോടൊപ്പം നാടിനോടൊപ്പം ഒത്തുപോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അങ്ങനെ എല്ലാത്തോടും വിശ്വസ്തത പുലർത്തി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും മാതൃക നൽകി കടന്നു പോകുന്ന മേരി ചേച്ചിയെ ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ഓർമ്മകൾ മാത്രമാണ് മേരി ചേച്ചി അവശേഷിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും സ്നേഹിക്കുവാൻ ആഴപ്പെട്ട ഹൃദയമുള്ള ഒരു ഉടമയാണ്. അതുപോലെ തന്നെ ആഴപ്പെട്ട പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ലൂർദ് മാതാവിൻ്റെ പക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നതും പള്ളിയുടെ ഏത് കാര്യങ്ങളിലും ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി ഇടപെടുന്നതുമൊക്കെ എൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. വലിയ അടുപ്പവും സൗഹൃദവും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ വലിയ പ്രായവ്യത്യാസമില്ലാതുകൊണ്ട് ഞാൻ മേരി പെങ്ങളെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ സഹോദരിയെ സംബന്ധിച്ച് 2 പ്രത്യേകതകളാണ് ഞാനത് കാണുന്നത്. ഒന്ന്, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സൗഹൃദം, സൗമ്യത, ശാന്തത. ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ശാന്തശീലനും വിനയഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ. ഈശോയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഈ സൗമ്യതയും ശാന്തതയുമാണ്. വേറെ ഒന്നും പഠിക്കുവാൻ ഈശോ നമ്മുടെ സുവിശേഷത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും സൗമ്യതയോടും ശാന്തതയോടും സ്നേഹത്തോടും ഒരു പുഞ്ചിരിയോടും കൂടി സംസാരിക്കുന്നതിൻ്റെ ഒരു ആധ്യാത്മികതയാണ്
തീർച്ചയായിട്ടും അങ്ങനെ മാനവീയമായ ഒരു കാഴ്ചപ്പാടും ദർശനവും ഒക്കെ ഈ അമ്മച്ചിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ ഭർത്താവിനോടുള്ള സ്നേഹം, ഭർത്താവിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മേരിയോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാടൻ ഭാഷയിൽ നമ്മൾ പറയും അടയും ചക്കരയും പോലുള്ള ബന്ധം. പുരാതനമായ നേർക്കാട്ടിടവിൽ പുരാതനമായ പഴുമാലിൽ കുടുംബത്തിലേക്ക്, പുരാതനമായ അലപ്പര കുടുംബത്തിൽ നിന്നും ഭാര്യയായി കടന്നു വന്ന് ജീവിച്ച കാലം മുഴുവനും വിശ്വസ്തയോടും സ്നേഹത്തോടും ഏറ്റവും സ്നേഹത്തോടും കൂടി കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ശോഭനത്തിലായിരിക്കുക. അതുപോലെ തന്നെ ദൈവം നൽകിയ 7 മക്കളെ പൊന്നുപോലെ സ്നേഹം പോലെ കൊടുത്ത് വളർത്തി അവരെ നല്ല നിലയിൽ എത്തിച്ച് അവരെ അതെല്ലാം കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനും ഈ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അമ്മയുടെ സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ മക്കളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഞാൻ ജർമ്മനിയിൽ പോകുമ്പോൾ നിമ്മയുടെ വീട്ടിൽ 2 പ്രാവശ്യം ഒക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നിമ്മയുടെയും ഇടപെടലുകളും പെരുമാറ്റങ്ങളും ഒക്കെ അമ്മയുടെ മാതൃത്വത്തിന്റെ മഹത്വമാണ്, സ്ത്രീത്വത്തിന്റെ ശ്രേഷ്ഠതയാണ് അതിലൂടെ പ്രകാശിതമായിട്ടുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നല്ലവരാകാമോ അത്രയും നല്ലവരാകാനാണ് ദൈവം നമ്മിൽ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം വായനയ്ക്ക് വേണ്ടി സഭാമാതാവ് നമുക്ക് നൽകിയ സുവിശേഷ ഭാഗം അന്ധന് കാഴ്ച കൊടുക്കുന്ന സുവിശേഷ ഭാഗമാണ്. കർത്താവിനെ സംബന്ധിച്ച് ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന ഒരു അത്ഭുതമല്ല, പക്ഷേ കർത്താവിന് കാഴ്ച കൊടുത്തത് നമ്മെപ്പോലുള്ളവരുടെ കണ്ണുകൾ തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ അന്ധത ബാധിച്ച ഒരു സമൂഹത്തിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത്. ഈ അന്ധത ബാധിച്ച സമൂഹത്തില് കണ്ണുകൾ തുറന്ന് ലോകത്തെ കാണുവാനും കുടുംബയുദ്ധത്തെ കാണുവാനും ദേവാലയത്തെയും ഒക്കെ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. സുവിശേഷത്തിൽ പരാമർശിക്കുന്ന ധനികനായ യുവാവിനെ പറ്റി തൊട്ടു മുമ്പ് നമ്മൾ വായിച്ചു. ആ ധനികനായ യുവാവ് ഹൃദയത്തിൽ പണത്തെ വിഗ്രഹമാക്കി മാന്യനായി മനുഷ്യനുമായി പ്രത്യക്ഷപ്പെടുന്നു, കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നു. പക്ഷേ ആ മനുഷ്യന് ഹൃദയത്തിൽ വിഗ്രഹമായിരിക്കുന്നത് ധനമായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ തൊട്ട് കഴിയുമ്പോൾ വായിക്കുന്നത് സക്കേവൂസിന്റെ ഉപമയാണ്. സക്കേവൂസ് ആണെങ്കിൽ തന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്തും പണവും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വഞ്ചിച്ചും കബളിപ്പിച്ചും അഴിമതി നടത്തിയും ഒക്കെ നേടിയെടുത്തതാണ്. കർത്താവിന്റെ സാന്നിധ്യം വന്നപ്പോൾ കാഴ്ചപ്പാട് മാറി. അതിൽ പകുതിയും ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും പങ്കുവെച്ചു കൊടുത്തു. അങ്ങനെ ഒരു ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ഓരോ ശവമഞ്ചവും നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഹൈന്ദവ മതത്തിന്റെ തത്വം എന്താ പഠിപ്പിക്കുന്നത്? പരോപകാരമേ പുണ്യം, പരപീഡനം പാപം. മറ്റുള്ളവർക്ക് എന്തുമാത്രം നന്മ ചെയ്യാവോ ഭൂമിയിൽ അതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത്. ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും തീർത്ഥാടനം നടത്തുന്നതും അനുഷ്ഠാന